അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു വാർത്ത ഇന്ന് ഉച്ചയോടെ കേട്ടിട്ടുണ്ട്. ഷിംജിത് അറസ്റ്റായി എന്നുള്ളത്. ഇന്നലത്തെയും മിഞ്ഞാന്നത്തേലും വീഡിയോസ് കണ്ടപ്പോൾ, ന്യൂസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഇനി മുങ്ങിപ്പോയിന്ന്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. അല്ല, എവിടെ പോയാലും മലയാളീസ് ഉള്ളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവളെന്തായാലും തിരിച്ചിവിടെ എത്തിക്കുന്നത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. പക്ഷേ പോയിട്ടില്ല തോന്നുന്നു. കേരള പോലീസ് വളരെ വിദഗ്ധമായിട്ട് അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സിൻ്റെയും ഒരുപാട് ആൾക്കാരുടെയും പ്രാർത്ഥനയും, അതുപോലെ തന്നെ എത്ര ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അത്രയും ആൾക്കാരുടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഇവരെ ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. ഇതിപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഒരു മരണം ആരും അറിഞ്ഞിട്ടില്ല, ആരും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല, ഒന്നുമില്ലാതെ അങ്ങനെ പോയി എന്ന് വിചാരിച്ച് നോക്ക്. ഇത് അറസ്റ്റും കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു മുൻകൂർ ജാമ്യത്തിലോ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വകുപ്പുകളിലൊക്കെ ഇവർ ഒതുങ്ങിപ്പോവും. പക്ഷേ നമ്മളെ എല്ലാവരുടെയും ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കിതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, പല കമൻറ്റും ന്യൂസിലും കാണുന്നത് പോലെ ഇതിന് മുമ്പ് ഉണ്ടായ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ മതം ഇതിനെയൊന്നും ഇതിലേക്ക് വലിച്ചഴക്കരുത്. നമ്മളൊരിക്കലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ സമുദായത്തിനെയോ അല്ലെങ്കിൽ അവർ ഉണ്ടായ പ്രസ്ഥാനങ്ങളിലെയോ ഒന്നും വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഇതവർ വ്യക്തിപരമായിട്ട് സ്വന്തം അവരുടെ ക്യാരക്ടർ എന്താണോ അതാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതിന് എല്ലാവരും പ്രതികരിക്കുകയും എല്ലാവരും ഒരുപാട് എതിർപ്പും കാര്യങ്ങളൊക്കെ അറിയിച്ച ഒരു ന്യൂസാണിത്. കേരളത്തിലെല്ലാവരും ജാതി മതഭേദമന്യേ രാഷ്ട്രീയവും എല്ലാവരും പറഞ്ഞ് ഒന്നിച്ച് നിന്നൊരു കാര്യമായത്. കാരണം എല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിൽ. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും വലിച്ചേക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെയൊന്നും പർദ്ദ ഒരു മറയാക്കിയിട്ട് ഇവളെ പോലുള്ളവളെയൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ എല്ലാ വീഡിയോസും പരമാവധി വീഡിയോസ് കാണുന്നതിലൊക്കെ ഇവൾ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടാണുള്ളത്, ടീഷർട്ട് ഇട്ടിട്ടാണുള്ളത്, സാരി ഉടുത്തിട്ടാണുള്ളത്. എല്ലാ രീതിയിലും എന്തൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രം നിക്കാബും പർദ്ദയും അതൊന്നും ഇട്ടിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവളെയൊക്കെ എങ്ങനെ ഉണ്ടോ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി. പിന്നെ അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഒരു മതത്തിൻ്റെ സിമ്പിൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സമുദായത്തിനെ ഇതിനെല്ലാം ബാധിച്ച് അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് വഴിയൊരുങ്ങും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ എന്താണോ സാധാരണ ഇവൾ ഇട്ട് ആ ഡ്രസ്സ് കൊണ്ട് തന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും പെട്ടെന്ന് അവൾ അറസ്റ്റ് ചെയ്തതിൽ, അവൾ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് പിടിച്ചല്ലോ, അതന്നെ ഒരു വലിയ കാര്യം.